ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവ്വ ആധിപത്യങ്ങളും അല്ലാഹു തആലാക്ക് മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ് സർവ്വ നായകത്വം മുഹമ്മദ് മുസ്തഫാക്ക് മാത്രം. മാത്രം എന്ന പ്രയോഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഖുറൈശിക്കൂട്ടത്തെ വെറുപ്പിച്ച ഏറ്റവും വലിയ വാക്ക് മാത്രം എന്ന പ്രയോഗമാണ്. അല്ലാഹു ഉണ്ട് എന്ന പ്രയോഗം ഒരിക്കലും ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്കല്ല. അല്ലാഹു ഉണ്ട് എന്ന പ്രയോഗം ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാക്കിയിരുന്നില്ല. അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ് ഖുറൈശികൾക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ പ്രവാചകന്മാരുടെ ആവശ്യമില്ല. പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിലും അല്ലാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു ജനം. എല്ലാ കാലഘട്ടവും പരിശോധിച്ച് നോക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പരിശോധിച്ച് നോക്കി. അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിച്ച സമൂഹത്തിനാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നൂഹ് നബി. ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിലും അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിച്ച സമൂഹത്തെ അല്ലാഹ് ഇല്ലാന്ന് വെച്ചിട്ട് സമൂഹം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നബിമാരാരും വന്നിട്ടില്ല. നബിമാരാരും അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നിട്ടില്ല. നമ്മളങ്ങനെ തെറ്റിദ്ധാരണ വന്നു പോയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. വല്ലാഹി തമ്പുരാനത്തിന്റെ സത്യമല്ല. കാരണം ഖുറൈശികൾക്ക് അല്ലാഹുവിനെ നന്നായിട്ട് അറിയാം. ഖുറൈശികൾക്ക് അല്ലാഹുവിനെ നന്നായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പാന്റെ പേരെന്താ? എന്താ പറഞ്ഞോളി. അബ്ദുള്ള എന്നല്ലേ? എന്താ മോൻ വന്നിട്ട് ബാപ്പാക്ക് പേരിട്ടതോ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ടാണ് ബാപ്പാക്ക് പേരിട്ടത് അബ്ദുള്ള. അബ്ദുള്ള എന്ന അബ്ദുള്ളക്ക് അബ്ദുൽ മുത്തലിബ് പേരിടണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുന്നതിന് മുമ്പേ അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ പ്രയോഗത്തിലുണ്ടെന്നല്ലേ മനസ്സിലാകുന്നത്. വേറെ കുറിച്ച് ചോദിക്കട്ടെ. അബ്രഹത്തിന്റെ പട്ടാളം കഅബാലയത്തിൽ കരസേവയ്ക്ക് വേണ്ടി വന്നു. കഅബാലയം തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തിന്റെ പട്ടാളം വരാൻ പോന്നു. അബ്ദുൽ മുത്തലിബാണെന്ന് മക്കയുടെ കാവൽക്കാരൻ. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്തത് ചരിത്രത്തിന്റെ കിതാബിലുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. അല്ലേ? അബ്ദുൽ മുത്തലിബ് ആരോടാ ദുആ ചെയ്തത്? ലാത്തയോടോ ഉസ്സയോടോ മനാത്തയോടോ? അല്ലാഹുവിനോട്. ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ, ഒരു സംഘം ഈ പരിശുദ്ധമായ ഭവനത്തെ തകർക്കാൻ വേണ്ടി വരികയാണ്. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ മാനം പോവും. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്കാണ്. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ മാനം പോവും. ഞാനാണ് കഅബാലയത്തിന്റെ ഇന്നത്തെ കാവൽക്കാരൻ. നീ സംരക്ഷിക്കണം പഠിച്ചവനെ. നീ അവന്മാരെ കൈകാര്യം ചെയ്യണം പഠിച്ചവനെ. എന്നെ നാണക്കേടിലാക്കല്ലേ അല്ലാഹ്. എന്തൊരു രസമുള്ള ദുആ. അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്തതാ. അന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളുണ്ടോ? ഇല്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് 51 ദിവസം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇതേപോലത്തെ റബീഉൽ അവ്വൽ ആമിനാവി പ്രസവിക്കുന്നത്. അബ്ദുൽ മുത്തലിബ് അള്ളാഹ് ഇത്ര വ്യക്തമായിട്ട് കിട്ടിയത് എവിടുന്നാ? നമ്മൾ പറയുന്നത് നബിതങ്ങൾ വന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇനി അബ്ദുൽ മുത്തലിബ് അള്ളാഹിനെ കിട്ടിയത് എങ്ങനെയാ? വേറെയും കഥ പറഞ്ഞിറങ്ങിയ ഖുറൈശികൾ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1000ഓളം പേരെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോവുകയാണ് അബൂജഹല്. മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം ഉള്ളത് 313 പേരാണ്. കഅബാലയത്തിന്റെ അടുക്കിലേക്ക് പോയി 1000 പേരെയും കൂട്ടിയിട്ട് അബൂജഹല്. എന്നിട്ട് അബൂജഹല് ദുആ ചെയ്തു. അല്ലേ? അബൂജഹൽ ദുആ ചെയ്തില്ലേ? ആരോടാ? ലാത്തയോടോ ഉസ്സയോടോ മനാത്തയോടോ? അല്ലാഹുവിനോട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഇറയോനെ, മൊയ്ൻകുട്ടിയുടെ ഭാഷയിൽ ഇറയോനെ, ഹാദൽ ബൈത്തുടെ നായനെ. അല്ലേ? ഈ വീട്ടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. സത്യവും മിഥ്യൊക്കെ നിനക്കറിയാം, എനിക്കറിയില്ല. സത്യത്തെ നീ വിജയിപ്പിച്ചേക്കണം, മിഥ്യ നീ പരാജയപ്പെടുത്തിയേക്കണം. ആര് ദുആ ചെയ്തതാ? ദുആ ചെയ്തത് അല്ലാഹുവിനോട്. തൊട്ടപ്പുറത്തുനിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ആരോട്? പിന്നെ എന്തിനാ ഇവർ തമ്മിൽ തർക്കം? അബൂജഹലും ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട്, മുഹമ്മദ് മുസ്തഫ തങ്ങളും ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹാദാ ഖൗമുൻ ജിയാഉൻ ഫഅശ്ബിഉഹും വഹും ഉറാത്തുൻ ഫഅൽബിസുഹും വഹും ഹുഫാത്തുൻ ഫൻഅൽഹും. ഏ അല്ലാഹ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കൂട്ടം സാധുക്കളാണ് എന്റെ ഒന്നിച്ചുള്ളത്. നീ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണം. ഏ അല്ലാഹ്, കാലിൽ ചെരുപ്പ് വാങ്ങി ധരിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് എന്റെ ഒന്നിച്ചുള്ളത്. നീ അവർക്ക് ചെരുപ്പ് ധരിപ്പിക്കണേ അല്ലാഹ്. ഏ അല്ലാഹ്, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കളാണ് എന്റെ ഒന്നിച്ചുള്ളത്. അവർക്ക് വയറ് നിറച്ചും തിന്നാൻ നീ കൊടുക്കണേ അല്ലാഹ്.
അഷ്റഫുൽ ഖൽഖായ മുത്ത് ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്ന ആ കൊച്ചു സംഘത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ആ കൊച്ചു സംഘത്തെ നശിപ്പിക്കാനുള്ള ആർത്തിയിൽ വന്ന അബൂജഹലും അള്ളാഹിനോട് ദുആ ചെയ്തു. രണ്ടു കൂട്ടരും അള്ളാഹിനോടാണ് ദുആ ചെയ്തത്. ഇവിടെ രണ്ടു കൂട്ടരും തർക്കം പിന്നെ ഏത് കാര്യത്തിലാണ് നിങ്ങൾ പറ? പിന്നെ ബദറുണ്ടായത്, പിന്നെ ബദറുണ്ടായത്, പിന്നെ ബദറും ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെ കോംപ്രമൈസ് ആയ പോരെ? കോംപ്രമൈസ് ആകാലോ. കോംപ്രമൈസ് ആണല്ലോ ലോകത്തിന്റെ മുഖമുദ്ര അല്ലേ? എല്ലാം കോംപ്രമൈസ്. നമ്മളെല്ലാം ഒന്ന്, നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് തിന്നാം, ഒന്നിച്ചുറങ്ങാം, ഒന്നിച്ച് കക്കൂസിന് പോവാം. കോംപ്രമൈസ് ആകുന്ന പ്രശ്നമില്ല. ആദർശത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു സന്ധി സംഭാഷണവും ഇല്ല, ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല ആദർശത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുസൽമാൻ ലോകത്ത് ഒരിടത്തും തയ്യാറല്ല. അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം. അള്ളാഹു അല്ലാത്ത ശക്തികൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ഒരു ആധിപത്യത്തിനും പാത്രന്മാരാക്കുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. എന്റെ പൊന്നു മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അബൂജഹലും അഷ്റഫുൽ ഖൽക്കും തർക്കം ഏത് കാര്യത്തിലാണ്? അഷ്റഫുൽ ഖൽക്കായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഏതൊരു അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു ആ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അവകാശം. അബൂജഹലിന്റെ വാദം അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റു പലരുണ്ട്. ഇവിടെയാണ് തർക്കം. അബൂജഹലിന്റെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റു പലരുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം ആരുമില്ല. ഈ ആരുമില്ല എന്നത് ഖുറൈശികൾക്ക് താങ്ങാൻ പറ്റിയില്ല. അള്ളാഹു മാത്രം എന്ന പ്രയോഗം താങ്ങാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഖുറൈശികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായെന്നെ. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, അത് ഖുറൈശികൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരുമുണ്ട്. വേറൊരു കൂട്ടർ അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമേ ഉള്ളൂ. രണ്ടും അംഗീകരിക്കാവുന്നേ ഉള്ളൂ. ഒരു പാർട്ടി അബൂജഹലിന്റെ പാർട്ടി, മറ്റേ പാർട്ടി മുഹമ്മദ് മുസ്തഫാന്റെ പാർട്ടി. തീർന്നില്ല കഥ. കൂടുതൽ ചർച്ച എന്തിനാ? കൂടുതൽ സംവാദം എന്തിനാ? ആണോ? ഞങ്ങൾ തീർന്നല്ലോ, ഒറ്റവാക്കി തീർന്നു. ഒരു കൂട്ടർ അള്ളാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. വേറെ കൂട്ടർ അള്ളാഹു ഉണ്ട്, ഒപ്പം നിന്നാളും ഉണ്ട്. അപ്പൊ ചരിത്രത്തിലേക്ക് മടങ്ങാം, ഇന്നലകളിലേക്ക് മടങ്ങാം. അള്ളാഹു മാത്രം, അത് മുഹമ്മദ് മുസ്തഫാന്റെ വാദം. അള്ളാഹു ഉണ്ട്, ഒപ്പം ചിലരുണ്ട്, അത് അബൂജഹലിന്റെ വാദം. അബൂജഹലിന്റെ വാദം വിടാം, മുഹമ്മദ് മുസ്തഫാന്റെ വാദം സ്വീകരിക്കാം. തീർന്നല്ല പ്രശ്നം.